ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസ് ഇറ്റ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എയർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CSIT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 297 വരെ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി നമുക്ക് 298 സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്, പക്ഷെ ഇത് കറക്റ്റ് ആവണമെന്നില്ല. മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. ചില ഇതിൻ്റെ ഒറിജിനൽ ആൻസേഴ്സ്, അപ്പം ഞാൻ ടിക്ക് ചെയ്തതിൽ തെറ്റുകളുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. എന്നുവെച്ചാൽ ആൻസേഴ്സിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒറിജിനൽ ആൻസേഴ്സ് വെച്ചാൽ പ്രിന്റഡ് ആൻസേഴ്സ് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പ്രിന്റഡ് ആൻസേഴ്സ് ഒരിക്കൽ കൂടി ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ക്ലാസ് എടുക്കും. അപ്പം നമുക്കിപ്പോൾ നോക്കാം പ്രിന്റഡ് ആൻസേഴ്സ്. പിന്നെ ഈ ടോപ്പിക്ക് വരുന്ന സെക്ഷനും കൂടി പറയാണ്. ടോപ്പിക് അല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ദ മുഗൾ ഡൈനസ്റ്റിയിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യാനാണ്. ഇവിടെ 450 വരെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ അപ്പുറത്തെ ഭാഗത്തുണ്ട് നമ്മൾ 297 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് 297ൻ്റെ. സോറി, ഒരു തെറ്റ് പറ്റി. നമ്മൾ 297 കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ആൻസർ എ അബ്ദുലാങ് കുത്തബ് ഷാ ഓഫ് ഗോൽക്കൊണ്ട. അതാണ് നമ്മൾ പറഞ്ഞത്. 298 മുതലാണ് ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തെറ്റ് പറ്റിയതാണ്, പ്ലീസ് അഡ്ജസ്റ്റ്. പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം കൂടി ഉണ്ട്, പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ചില വേർഡ്സുകളൊക്കെ വെറൈറ്റി ആണ് എന്നുള്ളതും കൂടി നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. നമുക്ക് ഇനി നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാണ്. നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ നമ്മൾ ഈ രീതിയിൽ പറയുന്നില്ല, കാരണം ഇത് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ രീതിയിലാണ് വീഡിയോ എടുത്തത്. എന്തായാലും ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഇപ്പം ഈ ആൻസേഴ്സ് കാണിച്ചേക്കുന്ന രീതി തന്നെ നമ്മൾ വീഡിയോ എടുക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം ഈ ആൻസേഴ്സിൻ്റെ സ്റ്റൈല് ഈ ലൈൻ യൂസ് ചെയ്തിട്ടായതുകൊണ്ട് നമുക്ക് ഇതായിരിക്കും കുറേ കൂടി നല്ലത്. നമുക്ക് നോക്കാം. 298. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ്? എ ബാറ്റിൽ ഓഫ് ചന്ദേരി, ബാറ്റിൽ ഓഫ് ഗംഗ്ര, ബാറ്റിൽ ഓഫ് ഡൗരാങ്, ബാറ്റിൽ ഓഫ് ചൗസ. ബി ബാറ്റിൽ ഓഫ് ചന്ദേരി, ബാറ്റിൽ ഓഫ് ഗഗ്ര, ബാറ്റിൽ ഓഫ് ഡോരാങ്, ബാറ്റിൽ ഓഫ് ചൗസ. സി ബാറ്റിൽ ഓഫ് ഗംഗ്ര, ബാറ്റിൽ ഓഫ് ചന്ദേരി, ബാറ്റിൽ ഓഫ് ഡൗരാങ്, ബാറ്റിൽ ഓഫ് ചൗസ. ഡി ബാറ്റിൽ ഓഫ് ഗംഗാര, ബാറ്റിൽ ഓഫ് ചന്ദേരി, ബാറ്റിൽ ഓഫ് ചൗസ, ബാറ്റിൽ ഓഫ് ഡോരാങ്. ആൻസർ എ ബാറ്റിൽ ഓഫ് ചന്ദേരി, ബാറ്റിൽ ഓഫ് ഗഗ്ര, ബാറ്റിൽ ഓഫ് ഡൗരാങ്, ബാറ്റിൽ ഓഫ് ചൗസ. ആൻസർ എ ബാറ്റിൽ ഓഫ് ചന്ദേരി, ബാറ്റിൽ ഓഫ് ഗഗ്ര, ബാറ്റിൽ ഓഫ് ഡോരാങ്, ബാറ്റിൽ ഓഫ് ചൗസ. 299. Consider the following statements. 1. Akbar prohibited Sadi, the immolation of widow on husband's pyre.
2. Akbar discouraged child marriage and encouraged widow remarriage among the Hindus. Which of the statements given above is are correct? A. 1 only, B. 2 only, C. both 1 and 2, D. neither 1 nor 2. Answer D. neither 1 nor 2. 1. Akbar prohibited sati, the immolation of widow on husband's pyre. 2. Akbar discouraged child marriage and encouraged widow remarriage among the Hindus. 300. Consider the following statements. 1. Mansab fixed the status of a Mansabdar in official hierarchy but not his salary. 2. Mansab did not fix the number of armed retainers the Mansabdar was supposed to maintain. 3. Mansabdari Mansabdari was a single service combining both civil and military responsibilities. 4. All holders of Mansab were called Amir-i-Azam. 4. All holders of Mansab were called Amir-i-Azam. Which of the statements given above is are correct? A. 2 and 3 only, B. 3 only, C. 1, 2 and 4, D. 4 only. Answer A. 2 and 3 only. Answer A. 2 and 3 only. 2. Mansab did not fix the number of armed retainers the Mansabdar was supposed to maintain. Answer 2. Mansab did not fix the number of armed retainers the Mansabdar was supposed to maintain. 3. Mansabdari was a single service combining both civil and military responsibilities. Answer A. 2 and 3 only. 2. Mansab did not fix the number of armed retainers the Mansabdar was supposed to maintain. 3. Mansabdari was a single service combining both civil and military responsibilities. 301. The Battle of Dharmat was fought between A. Muhammad Ghori and Jai Chand, B. Babar and the Afghans, C. Aurangzeb and Dara Shikoh, D. Ahmad Shah Durrani and the Marathas. D. Ahmad Shah Durrani and the Marathas. Answer C. Aurangzeb and Dara Shikoh. Answer C. Aurangzeb and Dara Shikoh. 302. Which of the following is false? A. A romance in stone, Jama Masjid. B. A frozen teardrop, Taj Mahal. C. If on earth be an Eden of blisses, it is this, Divan Aikas Agra. C. If on earth be an Eden of blisses, it is this Divan Aikas Agra. D. A poem written by Abdul Faisal, Tomb of Salim Chishti. Answer D. A poem written by Abdul Faisal, Tomb of Salim Chishti. 303. Consider the following. A. Battle of Bilgram, Kanuj. B. Battle of Sirhind. C. Battle of Daura. D. Battle of Chausa. Arrange the following battles in chronological order. A. A B C D. B. D C A B. C. C D A B. D. D A B C. Answer C. C D A B. 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 C. Battle of Daura. D. Battle of Chausa. A. Battle of Bilgram Kanuj. B. Battle of Sirhind. 304. Consider the following. A. Assassination of Khusrau. B. Mahabad Khan's coup. B. Muhammad Khan's coup. C. Jahangir's death. D. Khurram's rebellion. Arrange in chronological order. 304. Consider the following. A. Assassination of
Khusro, B. Mahabhat Khan's coup, C. Jahangir's death, D. Khurram's rebellion. Arranged in chronological order. A B C D, B A C D D B, C A C B D, D A D B C. Answer D A D B C. Answer D A D B C. A. Assassination of Khusrau. D. Khurram's rebellion. B. Mahabhat Khan's coup. B. Mahabhat Khan's coup. C. Jahangir's death. A. Assassination of Khusrau. D. Khurram's rebellion. B. Mahabhat Khan's coup. C. Jahangir's death. സോറി, നമ്മുടെ ക്യാമറ ചേഞ്ച് ആയിപ്പോയി. ഇനി നമുക്ക് പറയാനുള്ളത് 305 ആണ്. Hussain Ali and Abdullah Khan failed to contain rebellions and save the empire from administrative disintegration because of Hussain Ali and Abdullah Khan failed to contain rebellions and save the empire from administrative disintegration because of the frequent Maratha raids into Mughals territories. A. The frequent Maratha raids into Mughals territories. B. The invasions from Persia. C. The rise of powerful Jagirdars within the Mughal Empire. D. They were faced with rebellions in tribes and conspiracies within the Mughal Empire. D. They were faced with rebellions, intrigues and conspiracies within the Mughal Empire. Answer D. They were faced with rebellions, intrigues and conspiracies within the Mughal Empire. 306. Who succeeded Aurangzeb after his death in AD 1707? A. Bahadur Shah first. B. Prince Kambaksh. C. Prince Azam. D. Akbar II. Answer A. Bahadur Shah first. 307. Match the following. List 1, list 2. A. Carriage, land tax paid by Muslim peasants. B. Zakat, 2, 1/5 share of Sultan in plunder of war. C. Khams, 3, land tax paid by all peasants. D. Ushar, 4, 2.5% tax on Muslim property. Codes A, B, C, D. A. 4132. B. 3142. C. 2314. D. 3421. Answer D. 3421. Answer D. 3421. A. Carriage, 3, land tax paid by all peasants. B. Zakat, 4, 2.5% tax on Muslim property. C. Khams, 2, 1/5 share of Sultan plunder of war. D. Ushar, 1, land tax paid by Muslim peasants. 308. Match the following. List 1, list 2. A. Babur. 1. Shah Dara. B. Akbar. 2. Salimar Bagh. C. Jahangir. 3. Arambagh. D. Shah Jahan. 4. Nasim Bagh. Codes A, B, C, D. A. 3412. B. 1234. C. 2143. D. 4321. Answer A. Answer A. 3412. Answer A. 3412. A. Babur, 3, Arambagh. A. Babur, 3, Arambagh. B. Akbar. Sorry, spelling mistake വന്നുണ്ട്. A. Babur,
3 Arambag, A Babar, 3 Arambag, B Akbar, 4 Nasim Bagh, B Akbar 4 Nasim Bagh, C Jahangir Shah Dara, C Jahangir 1 Shah Dara, C Jahangir 1 Shah Dara, D Shah Jahan, Shalimar Bagh, D Shah Jahan, 2 Shalimar Bagh. 309. Match the following. List 1, list 2. A noun for his wit and humor. 1. Abdul Faisal. B. An experienced general. 2. Faisi. C. A historian. 3. Birbal. D. A scholar and a poet. 4. Raja Bhagwan Das. 309. Match the following. List 1, list 2. A. Noun for his wit and humor. 1. Abdul Faisal. B. An experienced general. 2. Faisal. C. A historian. 3. Birbal. D. A scholar and a poet. 4. Raja Bhagwan Das. Codes A, B, C, D. A. 3421. B. 2413. C. 4231. D. 4123. And answer A 3421. Answer A 3421. A. Known for his wit and humor. 3. Birbal. B. An experienced general. 4. Raja Bhagwan Das. C. A historian. 2. Faisi. D. A scholar and a poet. D. A scholar and a poet. 1. Abdul Faisal. D. A scholar and a poet. 1. Abdul Faisal. 310. Todar Mal was associated with 310. Todar Mal was associated with A. Music. B. Literature. C. Land revenue. D. Law reforms. Answer B. Literature. 311. Agricultural land was divided by Akbar into 4 categories. Polage land came under which category? 311. Agricultural land was divided by Akbar into 4 categories. Polage land came under which category? A. Land left uncultivated for more than 5 years. B. Land left fallow for 1 year. C. Land used regularly for cultivation. D. Barren land not fit for cultivation. Answer C. Land used regularly for cultivation. 312. Which of the following are true? A. Tansen's original name was Tana Misra, which was changed by Raja Vikramjit of Gwalior. B. The three ragas Miyan Ki Todi, Darbari Kannada and Miyan Ki Malhar were created by Tansen. C. Tansen was challenged by Baiju Bauda in a competition of Jugalbandi which Tansen won. D. Tansen wrote 3 famous books on music, namely Sri Ganesh Stotra, Sangeet Sar and Ragmala. Answer A, B and D. B, C and D. C, A and B, D, C and D. Answer C and B. Answer C and B. A. Tansen's original name was Tana Misra, which was changed by Raja Vikramajit of Gwalior. B. The three ragas Miyan Ki Todi, Darbari Kannada and Miyan Ki Malhar were created by Tansen. B. The three ragas Miyan Ki Todi, Darbari Kannada and Miyan Ki Malhar were created by Tansen. 309. Match the following. List 1, list 2.
A. Known for his wit and humor. 1. Abdul Faisal. B. An experienced general. 2. Faisi. C. A historian. 3. Birbal. D. A scholar and a poet. 4. Raja Bhagwan Das. Codes A B C D. A. 3421. B. 2413. C. 4231. D. 4123. Answer A. 3421. Answer A. 3421. A. Known for his wit and humor. 3. Birbal. B. An experienced general. 4. Raja Bhagwan Das. C. A historian. 2. Faisi. D. A scholar and a poet. 1. Abdul Faisal. Answer A. 3421. A. Known for his wit and humor. 3. Birbal. B. An experienced general. 4. Raja Bhagwan Das. C. A historian. 2. Faisi. D. A scholar and a poet. 1. Abdul Faisal. 310. Todarmal was associated with A. Music. B. Literature. C. Land revenue. D. Law reforms. Answer B. Literature. 311. Agricultural land was divided by Akbar into 4 categories. Polach land came under which category? A. Land left uncultivated for more than 5 years. B. Land left fallow for 1 year. C. Land used regularly for cultivation. D. Barren land not fit for cultivation. Answer C. Land used regularly for cultivation. 312. Which of the following are true? A. Tansen's original name was Tana Misra, which was changed by Raja Vikramajit of Gwalior. B. The 3 ragas, Miyanki Todi, Darbari, Canada, and Miyanki Malhar, were created by Tansen. C. Tansen was challenged by Baiju Bawra in a competition of Jugalbandi, which Tansen won. D. Tansen wrote 3 famous books on music, namely Sri Ganesh Stotra, Sangit and Ragmala. D. Tansen wrote 3 famous books on music, namely Sri Ganesh Stotra, Sangit and Ragmala. A, B and D. B, C and D. C, A and B. D, C and D. Answer C, A and B. Answer C, A and B. Answer C, A and B. A. Tansen's original name was Tana Misra, which was changed by Raja Vikramajit of Gwalior. B. The 3 ragas, Miyanki Todi, Darbari Kannada, and Miyanki Malhar, were created by Tansen. 313. Which of the following privileges obtained under the royal firman of 1717 proved to be the bone of contention between the company and the Nawabs? A. Freedom to export and import their goods without paying customs dues. B. Permission to rent additional territory around Calcutta, now Kolkata. C. Exception from payment of all customs and duties as Surat. D. Subsidy from payment of all customs and duties as Surat. Answer C. Exemption from payment of all customs and duties as Surat. Answer C. Exemption from payment of all customs and duties as Surat. 314. Which of the following statements are true? A. Aurangzeb was a scholar of Muslim theology and jurisprudence. B. Aurangzeb gave the title of Saringalam to his court poet Muhammad Hussain. C. Aurangzeb was an accomplished veena player. D. Aurangzeb
patronized the art of uh, calligraphy? A and B, B A B and D, C A C and D, D B and D. Answer D B and D. Answer D B and D. B. Aurangzeb gave the title of Saringalam to his court poet Muhammad Hussain. D. Aurangzeb patronized the art of calligraphy. 315. Which was the most important feature of Akbar's land revenue system? A. Collection of land revenue based on the accurate measurement of land. B. Collection of land revenue in cash or kind. C. Collection of land revenue directly at the central treasury. D. Fixation of rates. Answer B. Collection of land revenue in cash or kind. Answer B. Collection of land revenue in cash or kind. 316. Who among the following was the most radical of the Bhakti saints? A. Ramananda. B. Tulasidas. C. Kabir. D. Namdev. Answer C. Kabir. 370. Who among the following was a great musician in the court of Akbar? A. Amir Khusro. B. Tansen. C. Ramdas. D. Abdul Faisal. And answer B. Tansen. Answer B. Tansen. Directions question 318 332. Given below are two statements, one labeled as assertion A and other labeled as reason R. In the context of the above two statements, which one of the following is correct? A. Both A and R are individually true and R is the correct explanation of A. B. Both A and R are individually true but R is not a correct explanation of A. C. A is true but R is false. D. A is false but R is true. 318. Assertion A. The month scales were introduced by Shah Jahan to fix the minimum military obligation of a mansabdar according to his salary. Reason are the Mughals were always faced with the problem of hazel falling far below the Jaima. Answer A. Both A and R are individually true and R is the correct explanation of A. 319. Assertion A. Mahabad Khan rebelled and made Jahangir and Noor Jahan prisoners. Reason are Mahabad Khan wanted to install Prince Khurram on the Mughal throne. Reason are Mahabad Khan wanted to install Prince Khurram on the Mughal throne. Answer C. A is true but R is false. Answer C. A is true but R is false. 320. Assertion A. The Buland Darwaza at Fatehpur Sikri was built by Akbar in 1602. നമുക്കൊരു പറയാം. സോറി, നമ്മൾ ഫാൻ യൂസ് ചെയ്തേക്കണോണ്ട് പേജ് പറഞ്ഞു പോവേണ്, ദയവേത് ക്ഷമിക്കുക. 320. Assertion A. The Buland Darwaza at Fatehpur Sikri was built by Akbar in 1602. Reason are he wanted to commemorate his conquest of Gujarat. Answer A. Both A and R are individually true and R is the correct explanation of A. 320. Assertion A. The Buland Darwaza at Fatehpur Sikri was built by Akbar in 1602. Reason are he wanted to commemorate his conquest of Gujarat. Answer A. Both A and R are individually true and R is the correct explanation of A. 321. Assertion A. Sulkul, namely peace with all, became the state policy of Akbar. Reason are he removed religious disabilities of the Hindus by abolishing the pilgrim taxes, jizya, and opening state services to them. Answer A.
Answer A. Both A and R are individually true. And R is the correct explanation of A. Answer A. Both A and R are individually true. And R is the correct explanation of A. Answer A. Both A and R are individually true. And R is the correct explanation of A. 322. Assertion A. Akbar claimed divinity for himself. Reason R. He thought that in a country of many beliefs, such as India, the sovereign should not be associated with any one particular religion. Answer B. Answer B. Both A and R are individually true, but R is not a correct explanation of A. 323. Assertion Akbar's official historian Abdul Faisal neither gives the prices of slaves nor does he mention slave markets. 323. Assertion Akbar's official historian Abdul Faisal neither gives the prices of slaves nor does he mention slave markets. Reason are Akbar prohibited slave trade in his empire. Reason are Akbar prohibited slave trade in his empire. Answer D. Answer D. A is false, but R is true. 324. Assertion A. The direct result of Shah Alam's Farman 1765 was the establishment of the dual government in Bengal. Reason R. The famine of 1770 was the result of misrule by the East India Company through Chitab Rai and Rasa Khan. Reason are the famine of 1770 was the result of misrule by the East India Company through Chitab Rai and Rasa Khan. Answer Z. Assertion A. The direct result of Shah Alam's Farman 1765 was the establishment of the dual government in Bengal. 324. Assertion A. The direct result of Shah Alam's Farman 1765 was the establishment of the dual government in Bengal. Reason are the famine of 1770 was the result of misrule by the East India Company through Chittaprai and Rasa Khan. Answer C. Answer C. A is true, but R is false. Answer C. A is true, but R is false. 325. Assertion A. Harappan civilization has extensive trade contacts with other contemporary civilizations. Reason are Bronze Age civilizations were sustained by elaborate exchange networks. Answer B. Answer B. Both A and R are individually true, but R is not a correct explanation of A. 326. Assertion A. The concept of Tawdilahi and Sulhaikul confirm Emperor Akbar's paganistic approach, cosmopolitan outlook. 326. Assertion A. The concept of Tawhid-Ilahi and Sulhaikul confirm Emperor Akbar's paganistic approach and cosmopolitan outlook. Reason are the through Mahsar he tried to appropriate spiritual as well as temporal power. Reason are through Mahsar he tried to appropriate spiritual as well as temporal power. Answer A. 326. Assertion A. The concept of Tawhid-Ilahi and Sulhaikul confirm Emperor Akbar's paganistic approach and cosmopolitan outlook. Reason are through Mahsar he tried to appropriate spiritual as well as temporal power.
Answer A. Answer A, both A and R are individually true, and R is the correct explanation of A. സോറി, നമ്മുടെ മൈക്ക് ഓഫായിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അത് ശരിക്കും 334 വരെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഡയറക്ഷൻസ് ക്വസ്റ്റ്യൻ 380 മുതൽ എന്ന് വെച്ചാൽ ഡയറക്ഷൻസ് ക്വസ്റ്റ്യൻ 380 മുതൽ 332 നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരിക്കൽ കൂടി ക്ലാസ് എടുക്കും. അല്ലാതെ പറ്റില്ല. കാരണം ഇത് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനാവുള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. സോറി, ടോപ്പിക്സ് അല്ല, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരെയാണ്. 327, 328, 329, 330. ഇനി അടുത്തത് തന്നെ റീജിയൻ ഓഫ് പവേഴ്സ് ഡ്യൂറിങ് മുഗൾ പീരിയഡ്. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ് ആണ് ഈ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അത് നോക്കാം. ഇത്ര നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ഒറിജിനൽ ആൻസേഴ്സ്. ഇത് ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഇല്ല. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പോലെ ഡയറക്ഷൻസ് ക്വസ്റ്റ്യൻ 318, 332 നമുക്ക് അടുത്ത വീഡിയോയിൽ പറയേണ്ടി വരും. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇതും കൂടി നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് നമ്മൾ ഫുൾ പറയാമെന്ന് വിചാരിച്ചെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ പറ്റാത്ത അവസ്ഥയും മൈക്ക് സൗണ്ടും കാര്യമൊക്കെ. അതുകൊണ്ട് ദയവേതൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോരുകയാണെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യൽ നമ്മൾ നിർത്തിയിരുന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്യില്ല, നമ്മൾ ഈ രീതിയിൽ തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഡ്രോബാക്സ് ഉണ്ട് വീഡിയോയിൽ, അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കിയാനെ. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നും കൂടി നമ്മൾ ഷോർട്സ് അല്ല, എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. ഷോർട്സ് ഇപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ യൂട്യൂബിൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ദയവേത് വാച്ച് ചെയ്യുക, നല്ല വീഡിയോസാണ്. അതുപോലെ തന്നെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാനുള്ള മനസ്സ് ദയവ് ചെയ്ത് സൃഷ്ടിച്ചെടുക്കണം.
നമ്മൾ ഈ വീഡിയോ ഒന്നും പോലെയല്ല ഇത്. ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യണം. കാരണം ഹെഡ്ഫോൺ വെച്ചൊക്കെ നിങ്ങൾ വീഡിയോസൊക്കെ വാച്ച് ചെയ്യാനുള്ളൊരു നല്ലൊരു മനസ്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഭാഗ്യമായിരിക്കും എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അത്ര നല്ല വീഡിയോസാണ്, നല്ല സോങ്സൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്. അപ്പം അത് സോറി, വീണ്ടും മൈക്ക് ഓഫായി പോയി. വീഡിയോയിൽ സൗണ്ടിൽ ദയവേത് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. ഈ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആണ്, മനസ്സിന് ഫ്രഷ്നെസ്സും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടൈം പാസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് അറിവുകളുണ്ട്. ഈ CSIT എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഭയങ്കര നമ്മുടെ മനസ്സിന് നല്ലൊരു കോൺഫിഡൻസ് തരുന്നൊരു വീഡിയോ ആണ്, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഈ ഒരു സ്റ്റൈലിലൊന്നും അല്ല വീഡിയോ ചെയ്തേക്കണം എന്നുള്ളതാണ് പ്രത്യേകത. ഈ സോങ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു, ഡിഫറെൻറ്റ് എഫക്ട്സ് യൂസ് ചെയ്തേക്കണം, അതൊക്കെയാണ് ഈ വീഡിയോൻ്റെ പ്രത്യേകത. നമ്മളത് പ്രാധാന്യം എടുത്ത് പറയുന്നത് അത്ര ഉള്ളതുകൊണ്ട് തന്നെയാണ്. കാരണം ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ചെയ്തേക്കുന്ന വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അത് വീഡിയോ ഷോ വെച്ചാണ് ചെയ്തേക്കുന്നത്. എന്തായാലും നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് അത് വീഡിയോ വാച്ച് ചെയ്ത് തന്നെ മനസ്സിലായി. സോറി, മൈക്ക് വീണ്ടും ഓഫായിപ്പോയി. അപ്പോൾ ദയവായിട്ട് ക്ഷമിക്കുക. ഞാൻ അധികം പറയുന്നില്ല, ഇത്രയും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എനിക്ക് ആദ്യമായിട്ട് അവസാനമായിട്ടും പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന വീഡിയോ ആണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യണം, ഷുവറായിട്ടും വാച്ച് ചെയ്യണം. അല്ലെങ്കിൽ ലൈഫിലെ ഭയങ്കര നഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് പറയാനാവുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുത്തേക്കാനുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ CCTV വേണ്ടി നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ്